എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഷയം ലോ ബാക്ക് പെയിൻ ആൻഡ് സയാറ്റിക്ക അഥവാ നടുവേദനയും കാലിലേക്ക് ഞരമ്പ് വലിയുന്നത് പോലെയുള്ള വേദനയും. ഇത് വരാനുള്ള കാരണങ്ങളിൽ പ്രധാനം കാൽ തെറ്റി വീഴുക, ഉയരത്തിൽ നിന്ന് വീഴുക, ഭാരം എടുക്കുക, ഒരു കൈയിൽ മാത്രം ഭാരം എടുക്കുക, 2 വീലറിൽ കുണ്ടും കുഴിയുമുള്ള റോഡിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുക, തയ്യൽ മെഷീൻ ചവിട്ടുക എന്നിങ്ങനെ പല കാരണങ്ങളാൽ ബാക്ക് പെയിനും സയാറ്റിക്കയും ഉണ്ടാവാം. ഈ കാരണങ്ങളാൽ ശരീരത്തിൻ്റെ മധ്യഭാഗത്തുള്ള ലംബോ സേക്രൽ വെർട്ടിബ്രയിലേക്ക് കംപ്രഷൻ ഉണ്ടാവുകയും വെർട്ടിബ്രയുടെ ഇടയിലുള്ള ഡിസ്ക് പുറത്തേക്ക് ബൾജ് ചെയ്യുകയും ചെയ്യുന്നു. കുടവയർ ഉള്ളവർക്കും ഗർഭിണികൾക്കും വയറിൻ്റെ ഭാരം മൂലം സ്പൈനൽ മസിൽസിന് പുള്ളിങ് വന്നിട്ട് ഡിസ്ക് പ്രൊലാപ്സ് ചെയ്യാം. എല്ല് തേയ്മാനവും ഡിസ്ക് പ്രൊലാപ്സിന് കാരണമാണ്. 33 കശേരുക്കൾ അഥവാ വെർട്ടിബ്രകൾ ചേർന്നതാണ് നട്ടെല്ല്. ഈ കശേരുക്കളെ യഥാസ്ഥാനത്ത് നിർത്തുന്നത് സ്പൈനൽ മസിൽസാണ്. വ്യായാമം ഇല്ലാത്തവരിൽ ഈ പേശികൾക്ക് ബലം കുറയുകയും ഡിസ്ക് തെറ്റാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ഡിസ്ക് എന്ന് പറയുന്നത് ഓരോ കശേരുകൾക്കിടയിലുള്ള ജെൽ പോലെയുള്ള ഷോക്ക് അബ്സോർബറാണ്. കശേരുക്കൾ തമ്മിൽ കംപ്രഷൻ വരുമ്പോൾ ഇടയിലുള്ള ഡിസ്ക് പുറത്തേക്ക് ബൾജ് ആവുകയും ബ്രെയിനിൽ നിന്നും വരുന്ന സ്പൈനൽ കോഡിൽ ഇടിച്ചു നിൽക്കുകയും ചെയ്യുന്നു. ആ ഭാഗത്തുണ്ടാകുന്ന പെയിൻ സയാറ്റിക് നെർവിലൂടെ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു. ഇതാണ് സയാറ്റിക്ക അല്ലെങ്കിൽ കാലിലേക്കുള്ള വലിച്ചിലും വേദനയും ഉണ്ടാവാനുള്ള കാരണം. ഈ കംപ്രഷൻ നീക്കി കശേരുക്കളെയും ഡിസ്കിനെയും യഥാസ്ഥാനത്ത് കൊണ്ടുവരുന്നതിന് ശ്രമിക്കുന്ന ശരീരത്തെ ബാഹ്യമായി സഹായിക്കുന്ന പല ചികിത്സാരീതികളും ആയുർവേദത്തിൽ ഉണ്ട്. സ്നേഹനം, സ്വേദനം, കടിവസ്തി, കിഴികൾ, യോഗവസ്തി, മാത്രാവസ്തി മുതലായവ. ഹീലിങ്ങിന് ശേഷം സ്പൈനൽ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നതിനും വീണ്ടും ഡിസ്ക് പ്രൊലാപ്സ് വരാതിരിക്കുന്നതിനും ഉള്ള പ്രധാനപ്പെട്ട 5 ആസനങ്ങൾ കൂടി പരിശീലിപ്പിക്കുന്നു. എല്ല് തേയ്മാനം പരിഹരിക്കുന്നതിന് ഉള്ളിലേക്ക് ഔഷധങ്ങൾ കൊടുത്തുകൊണ്ട് യോഗ പരിശീലിക്കാവുന്നതാണ്. അർദ്ധമേരുദണ്ഡാസനം. റൈറ്റ് ലെഗ് ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് 90 ഡിഗ്രിയിൽ ഉയർത്തുക. ശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ട് അങ്ങനെ തന്നെ തുടരുക. ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് കാൽ താഴെ വയ്ക്കുക. ലെഫ്റ്റ് ലെഗ് ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് 90 ഡിഗ്രിയിൽ ഉയർത്തുക. ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്ത് കാൽ അങ്ങനെ തന്നെ തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽ സാവധാനം താഴെ വയ്ക്കുക. ഓരോ കാലും 5 പ്രാവശ്യം വീതം ചെയ്യേണ്ടതാണ്. പൂർണ്ണ മേരുദണ്ഡാസനം. ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് 2 കാലും ഒരുമിച്ച് 90 ഡിഗ്രിയിൽ ഉയർത്തുന്നു. ശ്വാസം ഹോൾഡ് ചെയ്ത് അങ്ങനെ തന്നെ തുടരുക. ശ്വാസം സാവധാനം വിട്ടുകൊണ്ട് കാൽ താഴെ വയ്ക്കുക. മേരുദണ്ഡാസനം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെന്നാൽ അബ്ഡോമിനൽ മസിൽസും സ്പൈനൽ മസിൽസും ദൃഢമാകുന്നു അഥവാ സ്ട്രെങ്തൻ ചെയ്യുന്നു. അർദ്ധ പവനമുക്താസനം. ശ്വാസം എടുത്തുകൊണ്ട് റൈറ്റ് ലെഗ് 90 ഡിഗ്രിയിൽ ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി കൈ കോർത്ത് പിടിച്ച് വയറിനോട് അടുപ്പിക്കുന്നു. തല ഉയർത്തി നെറ്റി അല്ലെങ്കിൽ മൂക്ക് ടച്ച് ചെയ്യുന്നു. ശ്വാസം ഹോൾഡ് ഔട്ട് ചെയ്ത് ഏതാനും സെക്കൻഡുകൾ അങ്ങനെ തുടരുന്നു. ശ്വാസം എടുത്തുകൊണ്ട് കാല് ഉയർത്തുന്നു, തല താഴെ വയ്ക്കുന്നു. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴെ വയ്ക്കുന്നു. ലെഫ്റ്റ് ലെഗും ഇതേപോലെ ചെയ്യുക. ഓരോ കാലും മാറി മാറി 5 പ്രാവശ്യം വീതം ചെയ്യുക. പവനമുക്താസനം ചെയ്യുമ്പോൾ നട്ടെല്ല് മുഴുവനായും സ്ട്രെച്ച് ചെയ്യുന്നത് കൊണ്ട് കശേരുക്കൾ തമ്മിലുള്ള കംപ്രഷൻ കുറയുന്നു. സ്പൈനൽ മസിൽസും അബ്ഡോമിനൽ മസിൽസും സ്ട്രെങ്തൻ ചെയ്യുന്നു. പൂർണ്ണ പവനമുക്താസനം. ശ്വാസം സാവധാനം എടുത്തുകൊണ്ട് 2 കാലും 90 ഡിഗ്രിയിൽ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് മുട്ടുമടക്കി കൈകൾ കോർത്തു പിടിച്ച് തല ഉയർത്തി നെറ്റിയോ അല്ലെങ്കിൽ മൂക്കോ മുട്ടിൽ തൊടുവിക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല താഴെ വയ്ക്കുക. കാൽ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് കാൽ സാവധാനം താഴെ വയ്ക്കുക. ലോ ബാക്ക് പെയിൻ, സയാറ്റിക്ക ഉള്ളവർക്ക് മലർന്നു കിടന്ന് പവനമുക്താസനം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർ ചരിഞ്ഞു കിടന്ന് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് ചരിഞ്ഞു കിടന്ന് റൈറ്റ് ലെഗും
റൈറ്റിലേക്ക് ചരിഞ്ഞു കിടന്ന് ലെഫ്റ്റ് ലെഗും മടക്കി പവനമുക്താസനം ചെയ്യാവുന്നതാണ്. രണ്ട് കാലും ഒരുമിച്ച് ചരിഞ്ഞു കിടന്ന് പവനമുക്താസനം ചെയ്യാവുന്നതാണ്. സേതുബന്ധിനാസനം. കാൽമുട്ട് മടക്കി ഉപ്പൂറ്റി ബട്ടക്സിനോട് ചേർത്ത് വെച്ച് ശ്വാസം ദീർഘമായി എടുത്തുകൊണ്ട് ശരീരം ബ്രിഡ്ജ് പോലെ മാക്സിമം ഉയർത്തുക. കൈകൾ ഹിപ്പിൽ സപ്പോർട്ട് കൊടുക്കുക. താടി നെഞ്ചിൽ ടച്ച് ചെയ്യണം. നോർമൽ ബ്രീത്തിൽ മാക്സിമം ടൈം ഈ നില തുടരുക. ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. സ്പൈനൽ മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ആസനം ആണ് സേതുബന്ധനാസനം. അബ്ഡോമിനൽ മസിൽസ്, ഇന്റേണൽ ഓർഗൻസ് എല്ലാം ദൃഢമാകുന്നത് കൊണ്ട് ഇൻഗ്വേനൽ ആൻഡ് അംബിലിക്കൽ ഹെർണിയ, യൂട്രസ്, യൂറിനറി ബ്ലാഡർ, റെക്റ്റം എന്നിവ പ്രൊലാപ്സ് ചെയ്യുന്നത് ഇവയെല്ലാം മാറുന്നതിന് ഈ ആസനം പരിശീലിക്കുന്നത് നല്ലതാണ്. മർക്കടാസനം. കാലുകൾ മടക്കി ഉപ്പൂറ്റി ബട്ടക്സിനോട് ചേർത്ത് വയ്ക്കുക. കൈകൾ ഷോൾഡർ ലെവലിൽ നിവർത്തി വയ്ക്കുക. കാലുകൾ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. മുഖം റൈറ്റ് സൈഡിലേക്ക് തിരിക്കുക. നോർമൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് ഏതാനും സമയം ഇങ്ങനെ കിടക്കാം. കാലുകൾ നേരെ കൊണ്ടുവരിക. കാലുകൾ റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. മുഖം ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുക. നോർമൽ ബ്രീത്തിൽ അങ്ങനെ തന്നെ കുറച്ച് സമയം കിടക്കാം. ഈ ആസനം ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിന്റെ മിഡിൽ പോർഷനിലുള്ള മസിൽസ് എല്ലാം ട്വിസ്റ്റ് ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിക്കും. മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഈ ആസനം വളരെ നല്ലതാണ്. മാർജാര്യാസനം. കൈകളും കാലുകളും ഷോൾഡർ ലെവലിൽ വെക്കുക. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയർത്തുകയും നട്ടെല്ല് കുഴിക്കുകയും ചെയ്യുക. ശ്വാസം വായിലൂടെ വിട്ടുകൊണ്ട് നട്ടെല്ല് ഉയർത്തുക. താടി നെഞ്ചിൽ ടച്ച് ചെയ്യുക. ഇത് 1 മിനിറ്റിൽ 18 പ്രാവശ്യം ചെയ്യാം. അതുകൊണ്ട് സ്പീഡിൽ ചെയ്യേണ്ടതാണ്. ഈ ആസനം ചെയ്യുന്നത് കൊണ്ട് സ്പൈനൽ മസിൽസ് ദൃഢമാകുന്നു. ഡിസ്ക് പ്രൊലാപ്സ് ഉള്ളവർ പലകക്കട്ടിലിനു മേൽ മലർന്നു കിടന്ന് വിശ്രമിക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ കിടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ മുട്ടിന് താഴെ കാഫ് മസിൽസിൻ്റെ ഭാഗത്ത് സ്റ്റൂൾ വെച്ചിട്ട് ഇതുപോലെ കിടക്കാവുന്നതാണ്. മേരുദണ്ഡാസനത്തിൽ കാൽ ഉയർത്തിപ്പിടിക്കാൻ പറ്റാത്തവർ ഭിത്തിയിലോ ജനാലയിലോ സപ്പോർട്ട് കൊടുത്ത് കാൽ ഉയർത്തി വയ്ക്കാവുന്നതാണ്. ഡിസ്ക് പ്രൊലാപ്സ് ഉള്ളവർക്ക് കുറച്ചു നേരം നിൽക്കുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ ബാക്ക് പെയിനും കാലിലേക്കുള്ള വലിച്ചിലും പെയിനും തോന്നാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് വശത്തേക്കാണോ പെയിൻ തോന്നുന്നത് ആ കാല് മടക്കി വയറിലേക്ക് അമർത്തുകയും അപ്പോൾ സ്പൈനിലേക്കുള്ള കംപ്രഷൻ വിട്ടിട്ട് പെയിൻ കുറയുന്നതാണ്.